ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. പല കാലങ്ങളിലായി 2 പതിറ്റാണ്ട് കാലം ബീഹാർ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച നിതീഷ് കുമാർ എന്ന സോഷ്യലിസ്റ്റ് നേതാവ് ഡൽഹിയിലേക്ക് വണ്ടി കയറുകയാണ്. ബീഹാർ ഭരണം മതിയാക്കി രാജ്യസഭയിലേക്കാണ് ഇനി യാത്ര. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ സമർപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഉയർത്തിയ പ്രതിഷേധങ്ങൾക്കും എതിർപ്പുകൾക്കും പുല്ലുവില പോലും അവരുടെ നേതാവ് കൽപ്പിച്ചില്ല. നിതീഷിന് BJP വെച്ച് നീട്ടിയ രാജ്യസഭാ അംഗത്വത്തിന് പകരം ബീഹാറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം BJPക്ക് കൈമാറും. ഒരു ഔദാര്യം കൂടി BJP നിതീഷിന് നൽകുന്നുണ്ട്. സ്വന്തം മകനെ ഉപമുഖ്യമന്ത്രിയായി അവരോധിച്ചേക്കാം. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങളോ പ്രലോഭനങ്ങളോ നരേന്ദ്രമോദിയും അമിത്ഷായും വെച്ച് നീട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ വൈകാതെ അത് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും BJPയും സംഘപരിവാർ സംഘടനകളും ഏറെക്കാലമായി ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത കാര്യമാണ് നിതീഷ് കുമാർ വെള്ളിത്താലത്തിൽ വെച്ച് ദാനം ചെയ്യുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും അധികാരം പിടിച്ചെടുക്കാനും സ്വാധീനമുറപ്പിക്കാനും കഴിഞ്ഞെങ്കിലും ബീഹാർ അവർക്ക് ഇതുവരെ അപ്രാപ്യമായിരുന്നു. സാമൂഹിക നീതിയെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും സംസാരിക്കുകയും അധികാരമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത രാഷ്ട്രീയമായിരുന്നു അതിന് തടസ്സം. ജാതി രാഷ്ട്രീയമെന്നാണ് ആക്ഷേപിക്കപ്പെടുന്നതെങ്കിലും അധികാരത്തിലും സമ്പത്തിലും നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നാക്ക ദലിത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വേരൂന്നിയ റാം മനോഹർ ലോഹിയുടെ ദർശനമായിരുന്നു അതിൻ്റെ അടിത്തറ. അവർ ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ആശയപരമായ അകലം പാലിച്ചിരുന്നു. അവിടേക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കടന്നു ചെല്ലാൻ എളുപ്പമായിരുന്നില്ല. എന്നാൽ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരങ്ങളും ജനസംഘത്തെ ഉൾക്കൊണ്ട ജനതാ പാർട്ടിയും ജനതാ സർക്കാരും അവരിലൊരു വിഭാഗത്തെ ഹിന്ദുത്വവുമായി അടുപ്പിച്ചു. അത്തരത്തിൽ വലത്തേക്ക് ചാഞ്ഞ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായിരുന്നു ജനതാദൾ യുണൈറ്റഡ് എന്ന പാർട്ടിയുടെ നേതാവ് നിതീഷ് കുമാർ. 1974 ബീഹാറിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിനെതിരെ തുടങ്ങിയ ജനകീയ പ്രക്ഷോഭണത്തിലൂടെയാണ് നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും രാംവിലാസ് പസ്വാനും ഉൾപ്പെടെയുള്ള യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. ഇന്ദിരാ സർക്കാരിനെതിരായ JPയുടെ സമ്പൂർണ്ണ വിപ്ലവ ആഹ്വാനം അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചു. പൗരസ്വാതന്ത്ര്യങ്ങളെ അടിച്ചമർത്തിയ ഇന്ദിരാ ഭരണത്തിനെതിരായ ജനരോഷം കോൺഗ്രസ് വിരുദ്ധ പ്രതിപക്ഷത്തെ അധികാരത്തിലെത്തിക്കുകയും ചെയ്തു. അന്ന് രൂപം കൊണ്ട ജനതാ പാർട്ടിയുടെ ബീഹാർ നേതൃത്വത്തിൽ നിതീഷുമുണ്ടായിരുന്നു. ആദർശം മറന്ന് അധികാരത്തിനായി കടിപിടി കൂടിയ നേതാക്കൾ നയിച്ച ജനതാ പാർട്ടി പിളർന്ന് പല കഷണങ്ങളായി ചിതറുകയായിരുന്നു. 1980 ജനതാ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന മുൻ ജനസംഘക്കാർ രൂപീകരിച്ച ഭാരതീയ ജനതാ പാർട്ടി ശക്തിപ്പെടുകയും ചെയ്തു. RSS ആണ് അവരെ നിയന്ത്രിക്കുന്നത്. ഹിന്ദുരാഷ്ട്രമാണ് അവരുടെ ലക്ഷ്യം. അവരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണം പിടിച്ചെടുക്കണമെന്നാണ് അവരുടെ താല്പര്യം. അതിനുവേണ്ടി ഏതുതരം കളികളും അവർ കളിക്കും. ആരുമായും സഖ്യമുണ്ടാക്കും, ആരെയും ഉപേക്ഷിക്കും. അങ്ങനെ അവരുടെ കെണിയിൽപ്പെട്ട ഒരു നേതാവാണ് നിതീഷ് കുമാർ. 1985 ആദ്യമായി ലോക്ദൾ പ്രതിനിധിയായാണ് നിതീഷ് കുമാർ ബീഹാർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് നിതീഷും ലാലു പ്രസാദ് യാദവും ഒറ്റക്കെട്ടായിരുന്നു. ജനതാദൾ രൂപീകരിച്ചപ്പോഴും അവർ ഒരുമിച്ചായിരുന്നു. ബാബറി മസ്ജിദ് തകർക്കുന്നതിന് മുന്നോടിയായി 1990 അദ്വാനിയെ അറസ്റ്റ് ചെയ്തത് ബീഹാർ ഭരിച്ചിരുന്ന ലാലു പ്രസാദ് യാദവായിരുന്നു. രഥയാത്ര തടഞ്ഞതിൻ്റെ തുടർച്ചയായാണ് VP സിംഗ് സർക്കാർ വീണത്. മറ്റൊന്ന്, പിന്നോക്ക സംവരണം ഉറപ്പാക്കിയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതായിരുന്നു. എന്നാൽ VP സിംഗ് സർക്കാരിൻ്റെ പതനത്തിന് ശേഷം 1994 ജോർജ് ഫെർണാണ്ടസിൻ്റെ നേതൃത്വത്തിൽ ജനതാദൾ പിളർന്ന് സമതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ നിതീഷ് അതിൻ്റെ ഭാഗമായി. ഫെർണാണ്ടസും സമതയും BJPക്കൊപ്പം ചേരുകയും വാജ്പേയി സർക്കാരിൻ്റെ ഭാഗമാകുകയും ചെയ്തു. 1996 പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് BJP നേതാക്കളുമായി കൂടുതൽ അടുപ്പം സ്ഥാപിച്ചു. 1998 വാജ്പേയി സർക്കാരിൽ അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്നു. പിന്നീട് കൃഷിമന്ത്രിയായി ചുമതലയേറ്റു.
അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു നിതീഷിൻ്റെ ബി ജെ പിയുമായുള്ള ബാന്ധവം. 2005 ദേശീയ രാഷ്ട്രീയം വിട്ട് ബീഹാറിലേക്ക് മടങ്ങിയ നിതീഷ് ബി ജെ പിയുടെ കടന്നുവരവിന് ഒരു പാലമായി മാറി. ബി ജെ പി നയിക്കുന്ന NDA സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയായി നിതീഷ് ചുമതലയേറ്റു. 2010 ബി ജെ പി സഖ്യത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് നിതീഷും പാർട്ടിയും NDA വിട്ടു. ഗുജറാത്ത് വംശഹത്യയിൽ മോദിക്ക് പങ്കുണ്ട് എന്ന ആരോപണമാണ് കാരണമായത്. 2013 അദ്ദേഹം കോൺഗ്രസ് നയിക്കുന്ന UPAയുടെ ഭാഗമായി. എന്നാൽ 2014 തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ JDUവിന് ലഭിച്ചത് 2 സീറ്റുകൾ മാത്രമാണ്. JDU സഖ്യം വിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ച BJPക്ക് 22 സീറ്റുകൾ ലഭിക്കുക കൂടി ചെയ്തത് നിതീഷിന് കനത്ത ആഘാതമായി. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആദർശ രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. നിതീഷിന് പകരം മുഖ്യമന്ത്രിയായ ജിതിൻ റാം മാഞ്ചി പിന്നീട് സ്ഥാനം രാജിവെച്ച് വേറെ പാർട്ടി തന്നെ ഉണ്ടാക്കി. RJDയുടെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടെ നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയായി. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDയും കോൺഗ്രസും അടങ്ങിയ മഹാഗഡ്ബന്ധൻ്റെ ഭാഗമായി വിജയിച്ചു. നിതീഷ് തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി. മറുവശത്ത് JDയുമായി സഖ്യം വിട്ടെങ്കിലും BJP ബീഹാറിൽ വളരുകയായിരുന്നു. അതിന് വഴിയൊരുക്കിയത് നിതീഷ് തന്നെ. 2017 നിതീഷ് വീണ്ടും മഹാസഖ്യവും സാമൂഹിക നീതിയും ഉപേക്ഷിച്ച് BJP ക്യാമ്പിലേക്ക് മടങ്ങി. 2020 തെരഞ്ഞെടുപ്പിൽ NDA ബീഹാറിൽ വീണ്ടും അധികാരത്തിലെത്തി. ഭൂരിപക്ഷം സീറ്റുകൾ BJPക്കായിരുന്നെങ്കിലും നിതീഷ് തന്നെ മുഖ്യമന്ത്രിയായി. 2022 വീണ്ടും ജനാധിപത്യ സംരക്ഷണവും സാമൂഹിക നീതിയും പറഞ്ഞ് നിതീഷ് NDA വിട്ടു. കോൺഗ്രസുമായി ചേർന്ന് രാജ്യവ്യാപകമായി ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ മുൻകൈയെടുത്തു. ഏറെ വൈകാതെ 2024 ഇന്ത്യ സഖ്യത്തിലെ തർക്കങ്ങൾക്കൊടുവിൽ നിതീഷ് സഖ്യം വിട്ടു. മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് വീണ്ടും NDAക്കൊപ്പം തന്നെ ചേർന്നു. രാജിവെച്ച അന്ന് തന്നെ BJP പിന്തുണയിൽ വീണ്ടും മുഖ്യമന്ത്രിയായി. 2025 നവംബറിലെ തിരഞ്ഞെടുപ്പിൽ NDA സഖ്യം വൻ വിജയമാണ് നേടിയത്. വോട്ട് ചോരി പോലുള്ള ആരോപണങ്ങൾ ഉയർന്നു. ഭൂരിപക്ഷം സീറ്റുകൾ BJPക്കാണെങ്കിലും നിതീഷിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകി. 10ാം തവണയും നിതീഷ് തന്നെ ബീഹാർ മുഖ്യമന്ത്രി. ബീഹാറിൽ തങ്ങൾക്ക് തഴച്ചു വളരാൻ അവസരം നൽകിയ നിതീഷിനോടുള്ള നന്ദി പ്രകടനമായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ BJP അത് തിരിച്ചെടുത്തു. നിതീഷിനെ ഡൽഹിയിലേക്ക് രാജ്യസഭാംഗമായി നാടുകടത്തുകയാണ് ചെയ്തത്. പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഡൽഹിയിൽ രാജ്യസഭയിൽ ഒരു കസേര നൽകാൻ BJP മറന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവസരവാദത്തിൻ്റെ ആൾരൂപമായി വളർന്ന നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ജീവിതം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷേ ഡൽഹിയിൽ അദ്ദേഹത്തെ കാത്ത് പുതിയ അധികാര കസേരകളുണ്ടാകാം. BJP അതിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചേക്കാം. അല്ലെങ്കിൽ മകന് നൽകുന്ന ഉപമുഖ്യമന്ത്രി പദത്തിലും രാജ്യസഭാ സീറ്റിലും ആ കച്ചവടം അവസാനിച്ചേക്കാം. രണ്ടായാലും ലാഭം BJPക്കും നിതീഷ് കുമാറിനുമാണ്. പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ബീഹാറിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് അധികാര കസേരയിലിരുത്തിയ നേതാവ് എന്നതായിരിക്കും രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം.